دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. فمن دعا غير الإله أحدا يمنحه الخير ويكفيه الردى فإنه لمن دعاه عابد سواء الجاهل والمعاند. وفي ثبوت النهي في الكتاب دلائل لمبتغي الصواب. يكفيك أن الله قال ادعوني كمثل ما قد قال فاعبدوني. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വിജ്ഞാന സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ജ്യേഷ്ഠാനുജന്മാരെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ മറ്റു ശ്രോതാക്കളെ, എനിക്കേറ്റം സുപരിചിതമായ എന്റെ നാടുപോലെ എന്നും മനസ്സിലുള്ള ഈ പെരിന്തൽമണ്ണയിൽ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കുവാനുള്ള അവസരം സർവശക്തനായ നാഥൻ കനിഞ്ഞേകിയിരിക്കുകയാണ്. ദീനിനെ സ്നേഹിക്കുന്ന, പരലോകമോക്ഷത്തിനു വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ആ രൂപത്തിലുള്ള മരണം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എന്റെ മുമ്പിലുള്ള ശ്രോതാക്കൾ, ഒരുപാട് കാര്യങ്ങൾ
കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംഗമം ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഞങ്ങളുടെ സാലിഹായ അമലുകളുടെ പട്ടികയിൽ ചേർത്തുകൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും ഈ ഇൽമിന്റെ മജ്ലിസ് വിട്ടു പോകുന്നതിന്റെ മുമ്പ് റബ്ബ് സുബ്ഹാനഹു നമുക്ക് ഏവർക്കും പുറത്തു തരികയും അവന്റെ മഹത്തായ ദീനിനെ സ്നേഹിച്ചുകൊണ്ട് അത് ആചരിച്ചു പോരുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കുക എന്ന നിലക്കുള്ള ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നാം എല്ലാവരും ഈ ഭൂമിയിൽ വലിയ ഒരു ദൗത്യം നിർവഹിക്കുവാനുള്ള ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഇന്ന് മനുഷ്യൻ ഓരോ പ്രഭാതത്തിലും പത്രങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ മനുഷ്യന്റെ നിർബന്ധമായ ബാധ്യതകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളല്ല അവൻ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും വായിക്കുകയുമൊന്നും ചെയ്യുന്നത്. പലപ്പോഴും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് ഒരു കാര്യവുമില്ലാത്ത അനാവശ്യമായ ഒട്ടേറെ വിവാദങ്ങളും തർക്കങ്ങളും രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ സംബന്ധിച്ചും അഴിമതികളെ സംബന്ധിച്ചും കുതികാൽവെട്ടുകളെ സംബന്ധിച്ചും അതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഒന്നാം പേജിൽ സ്ഥലം പിടിക്കുകയും താളുകളിലൂടെ നീങ്ങുമ്പോൾ രാജ്യത്ത് നടന്ന കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും മോഷണങ്ങളും അപകടങ്ങളും അപകടമരണങ്ങളും വായിച്ചു തീർന്നാൽ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായിക്കൊണ്ട് രാജ്യത്തെവിടെയോ നടക്കുന്ന കളികളും വിനോദങ്ങളും അതിന്റെ ബഹുവർണ്ണ കളറുകളിലൂടെ അടിച്ചുവിട്ട് ഇതാ ഇന്ത്യ രാജ്യം വലിയ അഭിമാനത്തിലെത്തിയിരിക്കുന്നു എന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനവും ലക്ഷ്യവുമൊക്കെ ഏതാനും ആളുകൾ ഓടുകയും ചാടുകയും കളിക്കുകയുമൊക്കെ ചെയ്യുന്നതോട് അവസാനിക്കുന്നു എന്ന് തോന്നിക്കുന്ന നിലക്കുള്ള ചർച്ചകളും തർക്കങ്ങളും ആ രൂപത്തിലുള്ള വാർത്തകളും അത് സംബന്ധമായ ചർച്ചകളുമൊക്കെ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ജനസമൂഹം. ഈ സമൂഹം പലപ്പോഴും അവർ ചിന്തിക്കേണ്ടതെന്ത്, വായിക്കേണ്ടതെന്ത്, പഠിക്കേണ്ടതെന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തയിൽ നിന്ന് പോലും അവരുടെ മനസ്സുകളെ മാറി മാറി അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം. ഇതിനിടയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാധ്യത എന്താണെന്നും നമുക്കിങ്ങനെ ഈ വിനോദവും ഈ അനാവശ്യമായ കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് സമയം കളയാനുള്ളവരാണോ നാം? നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എവിടെ നിന്നാണ്? എന്താണ് നമ്മുടെ ദൗത്യം? എങ്ങോട്ട് പോകണം? ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും തർക്കങ്ങളും വിവാദങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ അനാവശ്യമായി ചിത്രീകരിക്കപ്പെടുകയും ആവശ്യമില്ലാത്തവ വളരെ അത്യാവശ്യമാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. വേണ്ടത് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യാത്ത ഒരു കാലഘട്ടം. വേണ്ടാത്തതിന്റെ പിന്നിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും നെട്ടോട്ടമോടുന്ന ഒരു കാലഘട്ടം. ഇവയ്ക്കിടയിൽ മനുഷ്യ സമൂഹത്തിന്റെ വിജയത്തിന് ആവശ്യമായതെന്തെന്ന് പറയാൻ, അത് ജനങ്ങളുടെ മുമ്പിൽ ഒരാളെയും ഭയപ്പെടാതെ സംസാരിക്കാൻ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി സംസാരിക്കുന്ന പ്രസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആവശ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കുന്ന പ്രസ്ഥാനം. മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാകുന്നതിൽപ്പെട്ടതാണ്. ഒരാൾ ശരിയായ മുസ്ലിമാകുന്നതിന്റെ ലക്ഷണം എന്താണ്? തർക്കുഹു, ആ മനുഷ്യൻ ഒഴിവാക്കലാണ്. മാ ലാ യഅനീഹി, തനിക്ക് ആവശ്യമില്ലാത്തത്
താൻ ചർച്ച ചെയ്യുകയോ മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതല്ലാത്ത അനാവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ തനിക്കു ചുറ്റും നടമാടുമ്പോൾ അതിലേക്ക് തലയിട്ട് സമയം കളയാതെ, ഞാൻ മുസ്ലിമാണ്, മുസ്ലിം എന്ന നിലക്ക് എനിക്ക് ചില ഡ്യൂട്ടികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അതനുസരിച്ച് മുന്നേറുന്നവനാണ് ഇസ്ലാമിനെ നന്നാക്കിയവൻ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എവിടെ നിന്ന് വന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? അതാ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആദിമ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും നമ്മുടെ ഉമ്മയായ ഹവ്വാ റളിയല്ലാഹു അൻഹയും ഈ ഭൂമിയിലേക്കതാ മനുഷ്യവാസം ആരംഭിക്കുന്ന നേരത്ത് ഈ ലോകത്തേക്ക് ഇറങ്ങുമ്പോ അവരുടെ സൃഷ്ടാവായ നാഥൻ, നമ്മുടെ സൃഷ്ടാവായ നാഥൻ എന്താണ് പറയുന്നത്? فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ وَالَّذِينَ كَفَرُوا وَكَذَّبُوا بِآيَاتِنَا أُولَئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ. മനുഷ്യരെന്ന നിലക്ക് ആ മനുഷ്യരോട് നാഥന്റെ കൽപ്പന എന്താണ്? ഇതാ നിങ്ങൾക്ക് എന്നിൽ നിന്നാണ് മാർഗനിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈ ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നാം എങ്ങനെ ജീവിക്കണം എന്നതിന്റെ ദർശനം നമുക്ക് നൽകേണ്ടത് ഇവിടെയുള്ള മനുഷ്യരല്ല, ഇവിടെയുള്ള പാർട്ടികളല്ല, പ്രസ്ഥാനങ്ങളല്ല, നേതാക്കളല്ല, നായകന്മാരല്ല. അവർ ഒരിടത്ത് കൂടിയിരുന്നു കൊണ്ട് തീരുമാനിക്കുന്നതിനനുസരിച്ചുമല്ല നമ്മുടെ ജീവിതത്തിന്റെ ചലനങ്ങൾ ആവിഷ്കരിക്കപ്പെടേണ്ടത്. മറിച്ച് നമ്മുടെ ചലനത്തിന്റെ ഓരോ ഗതിവിഗതികളെ നിയന്ത്രിക്കേണ്ടത്, നാം അതിന് ക്രമീകരണം നൽകേണ്ടത് നമ്മെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവിന്റെ ദർശനത്തിൽ ഊന്നിനിന്നുകൊണ്ട് അതിനെ മാത്രം അനുസരിച്ചും ആശ്രയിച്ചും കൊണ്ടാണ്. അതാണ് റബ്ബ് പറയുന്നത്, ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ മാർഗനിർദ്ദേശങ്ങളെ ഫമൻ തബിഅ ഹുദായ, എന്റെ മാർഗനിർദ്ദേശത്തെ ആര് പിൻപറ്റുന്നുവോ അവർക്കൊരിക്കലും ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ആ മാർഗദർശനത്തെ ആര് നിഷേധിക്കുന്നുവോ അതിനെ ആര് കളവാണ്, അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല, അതൊക്കെ വ്യാജമാണെന്ന് പറഞ്ഞ് അതിനെ ആര് നിഷേധിച്ച് തള്ളിക്കളയുന്നുവോ അവർക്ക് ശാശ്വതമായ നരകശിക്ഷയാണുള്ളത്. അതിൽ നിന്ന് അവർക്ക് കരകയറ്റമില്ല, അവരതിൽ നിത്യവാസികളാണ് എന്ന് വിശുദ്ധ ഖുർആനതാ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലൂടെ വളരെ കണിശമായി മാനവ സമൂഹത്തെ പഠിപ്പിച്ചിരിക്കുന്നു. അതിലൂന്നി നിന്നുകൊണ്ടാണ് എനിക്കെന്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുവാനുള്ളത്. അതിലൂന്നി നിന്നുകൊണ്ടാണ് മുജാഹിദുകൾക്ക് ആദർശം പറയാനുള്ളത്. മറ്റാരുടെയെങ്കിലും നേതാവില്ലെന്ന് കിട്ടിയ ആദർശങ്ങളല്ല ഇത്. ഹിജാസിൽ ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഉത്ഭൂതമായ ആദർശങ്ങളിലേക്കല്ല ക്ഷണിക്കുന്നത്. ലോകത്തുള്ള ഏതെങ്കിലും മനുഷ്യന്മാരുടെ ആരുടെയെങ്കിലും തലയിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ള നിയമങ്ങളിലേക്കല്ല ക്ഷണിക്കുന്നത്. മനുഷ്യ മനസ്സുകൾ അറിയാവുന്നവനല്ലേ നാഥൻ. വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യന്റെ മനസ്സിലെ വിചാര വികാരങ്ങൾ അറിയാവുന്ന, അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള നാഥനല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചവൻ. ആ സൃഷ്ടാവിനെ അറിയൂ. സൃഷ്ടികൾക്ക് ആവശ്യമായ നിയമങ്ങൾ എന്ത്? സൃഷ്ടികൾക്ക് യോജിക്കുന്ന നിയമങ്ങൾ എന്ത്? സൃഷ്ടികൾക്ക് വിജയം നൽകുന്ന നിയമങ്ങൾ എന്ത്? സൃഷ്ടികളെ പരാജയപ്പെടുത്തുന്ന നിയമങ്ങൾ ഏതൊക്കെയാണ്? ഗുണകരമായ നിയമങ്ങൾ ഏതൊക്കെ? അവർക്ക് ശർറാകുന്ന നിയമങ്ങൾ ഏതൊക്കെ? അതൊക്കെ വേർതിരിച്ചു മനസ്സിലാക്കിയ ഹക്കീമും ഹമീദുമായ തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, എല്ലാ കാര്യത്തെ സംബന്ധിച്ചും വളരെ ദൃഢമായി അറിവുള്ള, യുക്തിയുക്തം കാര്യങ്ങളെ അറിയാവുന്ന അഗാധജ്ഞനായ റബ്ബുൽ ആലമീൻ, സർവലോക പരിപാലകനായ റബ്ബിൽ നിന്ന് അവതീർണമായ നിയമങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് ജനങ്ങളോട് പറയാനുള്ളത്. പക്ഷേ തെറ്റി